ക്രേസി ഹാക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചെരുവനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേറെ മോൾഡ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമുക്ക് ഇതേപോലുള്ള ചെറിയ പാത്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം എണ്ണ അതല്ലെങ്കിൽ ബട്ടറോ നെയ്യോ എന്താണെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ചുറ്റിനും ആവത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് തൂത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കേക്ക് ഇങ്ങോട്ട് ഇതിൽ നിന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിന് ശേഷം അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബട്ടർ പേപ്പർ വയ്ക്കുമ്പോൾ അതിൻ്റെ മേലേക്കും ഒന്ന് കുറച്ച് എണ്ണ ഇതേപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. കുറച്ച് ബട്ടർ പേപ്പർ നമുക്ക് സൈഡിലും വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ കേക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രം മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഈ വലുപ്പത്തിലുള്ള ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ബ്ലെൻഡർ എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറഞ്ഞ ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഒറിയോ ബിസ്ക്കറ്റാണെങ്കിൽ കുറച്ചും കൂടി കളറ് കിട്ടും. അപ്പോൾ അതുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇതും കുഴപ്പമൊന്നുമില്ല, ഒരു ഇച്ചിരി കളറിന് കുറവുണ്ടെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 2 പാക്കറ്റ് ബിസ്ക്കറ്റും ഈ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രം ഇത് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഈ ബിസ്ക്കറ്റിന് ഇച്ചിരി കളറ് കുറവാണല്ലോ എന്ന് വിചാരിച്ച് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കൊക്കോ പൗഡർ ഇതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ ഇതില്ലെങ്കിലും നമ്മളുടെ ടേസ്റ്റ് വൈസ് ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിട്ട് നമുക്ക് കേക്ക് കിട്ടും. അപ്പോൾ ഉണ്ടെങ്കിലും മാത്രം നിങ്ങളത് ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഇത് 3 കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ അതേ മധുരം നമുക്ക് കിട്ടും. അതാണ് ഇപ്പോഴത്തെ കേക്കിൻ്റെ അതാണ് ഒരു നല്ല മധുരം. അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടിച്ചോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഈ മിശ്രിതം നന്നായിട്ട് പൊടിഞ്ഞെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അതിനകത്ത് കട്ടയായിട്ടൊന്നും കിടക്കാൻ പാടില്ല. നന്നായിട്ട് പൊടിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു 1/2 ഗ്ലാസ് പാൽ ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പോരാന്നുണ്ടെങ്കിൽ വേറെ എടുക്കാം. അപ്പോൾ നമുക്കിത് കുറേശ്ശെ ആയിട്ട് ഇതിനകത്ത് ഒഴിച്ച് കൊടുത്തിട്ട് പതിയെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, അതിനകത്ത് ലൂസായി പോകാൻ പാടില്ല. നമുക്ക് വേണ്ട ബാറ്റർ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. നമ്മളിത് മിക്സ് ചെയ്യേണ്ടത് എപ്പോഴും വളരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടി ഇളക്കരുത്. ഒരു ഫോൾഡ് ചെയ്ത് നമ്മൾ ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ചേർക്കാം. അപ്പോൾ 1/2 ഗ്ലാസ് പാൽ കറക്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ശരിക്ക് അത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇളക്കാനായിട്ട് നമുക്ക് എളുപ്പമാവും. ഇതേപോലെ നമുക്ക് ഈ കേക്ക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. നമുക്ക് നമ്മുടെ മക്കൾ പറയണം, അമ്മ എനിക്കൊരു കേക്ക് ഉണ്ടാക്കി താന്ന് പറഞ്ഞാൽ നമുക്ക് ഓടിപ്പോയി ചെയ്യാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ അതേ ടേസ്റ്റ്. അതിനേക്കാളും അത് മാറി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്കും ടേസ്റ്റോടുകൂടി നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ എടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ആ ബാറ്റർ ഇങ്ങനെ മടങ്ങി വീഴുന്നുണ്ട, അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അതിനുശേഷം നമ്മൾ ഈ പാത്രം ഒന്ന് പതുക്കൊന്ന് തട്ടിക്കൊടുക്കണം. അതിനകത്ത് എയർ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ സ്റ്റൗവിൽ വയ്ക്കാം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുക്കർ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമുക്ക് അതിനകത്തേക്ക് ഒരു റിങ് ഇതേപോലെ എന്തെങ്കിലും ഒരു റിങ് ആദ്യം വയ്ക്കുക. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പാത്രം വെക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം നമ്മൾ ആ പാത്രം ഇതിനകത്തേക്ക് വെക്കാൻ. അത് എന്തെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. അത് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ശ്രദ്ധയോടുകൂടി അതിനകത്തേക്ക് വെക്കാം.
അതിനുശേഷം കുക്കർ നന്നായിട്ട് അടച്ചു കൊടുക്കുക. കുക്കർ അടക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അതിൻ്റെ വെയിറ്റും മാറ്റണം, വാഷറും മാറ്റണം. ഇനി ഒരു 5 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 25 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ, വെരി ലോ. ഇത് നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കുകയാണ്. ഇനി ഒരു 30 മിനിറ്റ് നേരം ഇതിങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ നന്നായിട്ട് കുക്കായി കിട്ടും. 30 അല്ലെങ്കിൽ 45 മിനിറ്റ്, അതിൽ കൂടുതൽ വരില്ല. ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇത് കറക്റ്റായിരുന്നു. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കൊന്ന് കുക്കറൊന്ന് തുറന്ന് നോക്കാം. കുക്കറിന് നല്ല ചൂടാണ്. അപ്പോൾ ഒരു ടവൽ ഉപയോഗിച്ചിട്ട് നമുക്ക് തുറക്കണം. ഹായ്, എന്തൊരു ഭംഗി നോക്കിയേ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് കാണാനായിട്ട്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. തൊട്ട് നോക്കിയിട്ട് നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തിയെടുക്കാം. ബട്ടർ പേപ്പർ വെച്ചേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് വിട്ട് പോന്നോളും. എന്തൊരു ഭംഗിയെന്ന് നോക്കി, നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. എത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കേക്കിന് വേറെ ഇല്ല. അതും വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു കേക്കാണിത്. ഈ കേക്കിൽ നമ്മൾ ഒരു മുന്തിരിയോ കിസ്മിസോ മറ്റ് നട്ട്സോ ഒന്നും ചേർത്തിട്ടില്ല. പ്ലെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന കേക്കാണ്. ഇപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊരു ബർത്ത്ഡേ കേക്കായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ അതിനകത്ത് ക്രീമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റോ ഒക്കെ വെച്ചിട്ട് ഐസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് കുറച്ചും കൂടി കളർഫുള്ളായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പം തന്നെ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇതുപോലത്തെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ പോരെങ്കിൽ കൊറോണയൊക്കെ ആയതുകൊണ്ട് ബേക്കറികളിലൊക്കെ പോകാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയവും ആണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇനി ഈ ചോക്ലേറ്റ് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്തില്ല എന്നുള്ളൊരു സങ്കടം നമ്മുടെ കേക്കിന് വേണ്ട. അതുകൊണ്ട് നമുക്കൊരു ചെറിയ ഒരു ഫ്ലവർ ഇതുമേലൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് കേക്ക് ഒന്ന് മുറിച്ച് നോക്കണ്ടേ. കത്തി വെച്ചിട്ടേ നന്നായിട്ട് അങ്ങോട്ട് താന്നു പോയി. നല്ല സ്പോഞ്ച് മുറിക്കണ പോലെ നോക്കിയേ, ഇതിൻ്റെ സോഫ്റ്റ്നെസ് നോക്കി, അങ്ങോട്ട് ഞെങ്ങിപ്പോണ്. നല്ല സ്പോഞ്ച് പോലെ ഫ്ലഫി സോഫ്റ്റായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ വെറും ഒരു 40 രൂപ ചിലവിൽ മാത്രമാണ് നമ്മൾ ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.